അതുകൊണ്ട് ഒരു MBAയോ, ഞാൻ വെറും പത്രപ്രവർത്തകൻ മാത്രമാണ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ് ആ സമയത്ത്. അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ് ഒന്നും എനിക്കില്ല. ആ സമയത്താണ്, അവശ്യബോധം കൊണ്ടാണ് മാനേജ്മെൻറ്റ് രംഗത്തേക്ക് ഞാൻ കടന്നു വരുന്നത്. അങ്ങനെ മംഗളം പത്രം പല സ്ട്രാറ്റജി ഉപയോഗിച്ചു. ഈ പ്രൈസ് കുറച്ചു എന്നുള്ളത് ഒരു മാർഗം. അതുപോലെ തന്നെ പരസ്യരംഗത്ത് വലിയൊരു മാറ്റം വരുത്തി. അങ്ങനെ വലിയ ശൃംഖലയെ സൃഷ്ടിച്ചെടുത്തു. ആ പ്രാദേശിക ലേഖകരുടെ ഒരു വലിയ കരുത്തുറ്റ ബേസ് ഉണ്ടാക്കി. അതുകൊണ്ട് ആ 5000 കോപ്പിയും 5 ലക്ഷം രൂപ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ പെർ മന്ത് എന്നിടത്ത് 2.5 ലക്ഷം കോപ്പിയും 1.5 കോടി രൂപ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ പെർ മന്തും സൃഷ്ടിച്ചെടുക്കുന്നതിന് നേതൃപരമായ പങ്ക് വഹിക്കാൻ എനിക്ക് കഴിയും. ഒറ്റയ്ക്കൊരു നേട്ടമല്ല, ഈ സംവിധാനങ്ങളുടെ ആകെ. അതായത് 150 രൂപ ശമ്പളം കിട്ടിയിരുന്ന പ്രാദേശിക ലേഖകൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പലരും മാരുതിക്കാരെടുത്തു. അപ്പോൾ അവർക്കും നേട്ടം പകർന്നു, മാനേജ്മെൻറ്റിനും നേട്ടം ഉണ്ടായി. സ്വാഭാവികമായി മംഗളം എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും തന്നു. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുകയും അത് നല്ലൊരു ഭാവനയോടെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും സഹകരണത്തോടെ. അതാണ് മംഗളത്തിൻ്റെ ഒരു വിജയരഹസ്യം.